T20 ലോകകപ്പിന് ശേഷം രോഹിത് ശർമ്മ അന്താരാഷ്ട്ര T20 മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചതിനാൽ ഇന്ത്യക്ക് പുതിയ സ്ഥിരം ക്യാപ്റ്റൻ എത്തുമെന്ന കാര്യം ഏകദേശം ഉറപ്പാണ്. T20 ലോകകപ്പിൽ ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യ ആയിരുന്നു ഇന്ത്യയുടെ ഉപനായകൻ. ഇതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മ വിരമിച്ച സാഹചര്യത്തിൽ ഹർദിക് പാണ്ഡ്യ ഇന്ത്യയുടെ സ്ഥിരം T20 നായകനാകുമെന്നാണ് കരുതപ്പെട്ടിരുന്നത്. എന്നാൽ ഗൗതം ഗംഭീർ ഇന്ത്യയുടെ പുതിയ പരിശീലകനായി വന്നതോടെ വൻ ട്വിസ്റ്റുകൾ സംഭവിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. ഹർദിക് പാണ്ഡ്യയെ മറികടന്ന് സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റനാക്കാൻ ഗംഭീർ ആഗ്രഹിക്കുന്നുവെന്ന വാർത്ത ക്രിക്കറ്റ് പ്രേമികളെ ശരിക്കും അമ്പരപ്പിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇരുവരുടെയും ക്യാപ്റ്റൻസി റെക്കോർഡുകൾ ഒന്ന് പരിശോധിക്കാം. 2022 T20 ലോകകപ്പിന് ശേഷം രോഹിത് ശർമ്മ T20 മത്സരങ്ങളിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ ഹർദിക് പാണ്ഡ്യ ആയിരുന്നു T20യിൽ ഇന്ത്യയുടെ സ്ഥിരം നായകൻ. ഇന്ത്യയെ ഇതുവരെ 16 T20 മത്സരങ്ങളിലാണ് അദ്ദേഹം നയിച്ചിട്ടുള്ളത്. ഇതിൽ 10 എണ്ണത്തിൽ ടീം ജയിച്ചപ്പോൾ 5 കളികളിൽ ഇന്ത്യ തോറ്റിട്ടുണ്ട്. ഇന്ത്യയുടെ T20 ടീമിന്റെ നായക സ്ഥാനത്ത് 62.5% ഹർദിക്കിന്റെ വിജയ ശതമാനം. IPL മൊത്തം 45 മത്സരങ്ങളിലാണ് ഹർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻ ആയിട്ടുള്ളത്. ഇതിൽ 26 ജയവും 19 പരാജയങ്ങളുമാണ് ടീമിനുള്ളത്. IPL ക്യാപ്റ്റനായി ഹർദിക്കിന്റെ വിജയ ശതമാനം 57.7 ആണ്. IPLൽ ക്യാപ്റ്റനായി മികവ് തെളിയിച്ചിട്ടുള്ള താരം തന്നെയാണ് പാണ്ഡ്യ. 2022 ഗുജറാത്ത് ടൈറ്റൻസിനെ കിരീട നേട്ടത്തിലേക്ക് നയിച്ച അദ്ദേഹം 2023 ടീമിനെ ഫൈനലിലും എത്തിച്ചു. കഴിഞ്ഞ 2 വർഷത്തോളമായി ഇന്ത്യയുടെ T20 ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു എന്നതും ഹർദിക്കിന് ബോണസാണ്. അതേസമയം തുടർച്ചയായുള്ള ഫിറ്റ്നസ് പ്രശ്നങ്ങളാണ് ഹർദിക് പാണ്ഡ്യയ്ക്ക് തിരിച്ചടിയായേക്കാവുന്ന ഘടകങ്ങൾ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഇതുവരെ 7 മത്സരങ്ങളിൽ നയിക്കാൻ സൂര്യകുമാർ യാദവിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 5 എണ്ണത്തിൽ ഇന്ത്യ ജയിച്ചപ്പോൾ 2 എണ്ണത്തിൽ പരാജയം നേരിട്ടു. ഇന്ത്യയുടെ നായകനായി 71.42 വിജയ ശതമാനമാണ് സൂര്യകുമാർ യാദവിനുള്ളത്. IPLൽ ഒരു കളിയിലാണ് അദ്ദേഹം ക്യാപ്റ്റനായത്. അതിൽ ടീം വിജയിക്കുകയും ചെയ്തു. എന്തായാലും വലിയ മാറ്റങ്ങൾ ടീമിൽ ഉണ്ടാകും എന്നുറപ്പാണ്. 3.5 വർഷ കരാറാണ് ഗൗതം ഗംഭീറുമായി BCCI ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുള്ളത്. ഇന്ത്യൻ ക്രിക്കറ്റിനെ ഉടച്ചു വാർക്കാനുള്ള പദ്ധതികളുമായിട്ടാണ് ഗംഭീർ എത്തിയിട്ടുള്ളത് എന്ന സൂചനകളുമുണ്ട്. ഇന്ത്യൻ കോച്ചായി ഗംഭീർ അരങ്ങേറ്റം കുറിക്കുന്നത് ജൂലൈ അവസാനം നടക്കാനിരിക്കുന്ന ശ്രീലങ്കൻ പര്യടനത്തിലാണ്. ഇന്ത്യൻ കോച്ചായുള്ള തന്റെ ആദ്യ പരമ്പരയ്ക്ക് മുമ്പ് ടീമിൽ ചില സുപ്രധാന മാറ്റങ്ങൾ വരുത്താൻ ഗംഭീർ തീരുമാനിച്ചു കഴിഞ്ഞെന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അടുത്ത വർഷം പാകിസ്ഥാനിൽ നടക്കാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയാണ് ടീം ഇന്ത്യക്ക് മുന്നിലുള്ള അടുത്ത പ്രധാന ടൂർണമെന്റ്. ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് 2 ഏകദിന പരമ്പരകൾ മാത്രമാണ് ഇന്ത്യ കളിക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് ശ്രീലങ്കയ്ക്കെതിരായിട്ടുള്ളത്. ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് വളരെ കുറച്ച് ഏകദിന മത്സരങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഈ മാസം 27 T20 മത്സരങ്ങളോടെയാണ് ഇന്ത്യയുടെ ശ്രീലങ്കൻ പര്യടനം ആരംഭിക്കാൻ പോകുന്നത്. ജൂലൈ 28, 30 തീയതികളിൽ ശേഷിക്കുന്ന T20 മത്സരങ്ങളും നടക്കും. ഓഗസ്റ്റ് 2-ാം തീയതിയാണ് ഏകദിന പരമ്പര ആരംഭിക്കുന്നത്. ഓഗസ്റ്റ് 4-ന് 2-ാം ഏകദിനവും ഓഗസ്റ്റ് 7-ന് 3-ാം ഏകദിനവും നടക്കും.